അപ്പോൾ ഗൈസ് ഇതാണ് സൽഫിയയുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഒരു കുട്ടിയും സൽഫിയ പ്രത്യേകം പറയാൻ പറഞ്ഞു, ഒരു കുട്ടിയെയും ഹസ്ബൻഡിനെയും ഏറ്റെടുക്കുന്നവർക്ക് അറിയാലോ അല്ലേ, ഓൾറെഡി ഫാമിലി ആയിട്ട്. Hello guys, welcome to my YouTube channel. This is Shibana Azruddin and welcome to my YouTube channel. ഞങ്ങളൊന്നൊരു ഹൗസ് വാമിംഗ് ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ 3 ഫ്രണ്ട്സ് കൂടി വേറൊരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് കയറുകയാണ്. ആദ്യം തന്നെ ഞങ്ങൾ 3 ആളും പിന്നെ കുട്ടിയും കൂടെ ചേർന്നിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പ്രഷർ കുക്കറായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഡിസ്കഷൻസിനൊക്കെ ഒടുവിൽ എന്ത് വാങ്ങണമെന്നറിയാതെ ഞങ്ങൾ കുറച്ച് നേരം ഡിസ്കസ് ചെയ്തതിന് ശേഷം അവസാനം ഒരു പ്രഷർ കുക്കറായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ RK വെഡ്ഡിങ് മാളിൽ കയറി ഒരു ബെഡ്ഷീറ്റും കൂടെ മേടിച്ചു. പിന്നെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു അവളുടെ പാലുകാച്ചി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് പറഞ്ഞോ. ഇതെന്റെ ഫ്രണ്ട്സ്, ഇത് അമലു, ഷിബിന, പേര് മറന്നില്ലല്ലോ. അങ്ങനെ കയറിയ പാടെ വെൽക്കം ഡ്രിങ്കൊക്കെ അവൾ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ 3 ആളും മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഗിഫ്റ്റ് മേടിച്ച സമയത്ത്. എന്താണെന്ന് വെച്ചാൽ വി ആർ ഗെറ്റിംഗ് ഓൾഡ്. ബിക്കോസ് നമ്മൾ പണ്ട് ഐസ്ക്രീമും ചോക്ലേറ്റ്സും അല്ലെങ്കിൽ സോപ്പ്, ചീപ്പ്, കണ്ണാടി അങ്ങനെയുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ആയിരുന്നു നമ്മൾ മറ്റൊരാൾക്ക് മേടിച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ബെഡ്ഷീറ്റും പ്രഷർ കുക്കറും ഒക്കെ ആയി. അപ്പോൾ നമ്മൾ ഒരു സത്യം വേദനയോടെ മനസ്സിലാക്കി വി ആർ ഗെറ്റിംഗ് ഓൾഡ്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് കൈമാറി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ തിടുക്കമാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡിൻ്റെ മുന്നിൽ വന്നിരുന്നു. സാധാരണയായിട്ട് എല്ലാവരും പാലുകാച്ചിന് പോകുമ്പോൾ ആദ്യം വീടാണ് കാണുന്നത്. ഞങ്ങൾ ആദ്യമേ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വന്നിരുന്നിട്ടുള്ളത്. അങ്ങനെ നെച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പപ്പടം, സലാഡ്, അച്ചാറൊക്കെ ആയിട്ട് ഒരു പിടി പിടിച്ചു. അപ്പോൾ ഗൈസ് ഇതാണ് സൽഫിയയുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീട് കാണാം. ഓക്കെ, ഇത് അമലു. അപ്പോൾ സൽഫിയുടെ വീട് കാണാം. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വലിയൊരു ഇലക്ട്രിക് ടവർ ഉണ്ട് ഇവിടെ. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഇലക്ട്രിക് നമ്മുടെ ലൈഫിലെ മുന്നേറ്റമാണ് ഈ ടവർ പറയുന്നത്. സൽഫിയുടെ ഏറ്റവും വലിയൊരു സ്ട്രെസ് റിലീഫ് ആണ് ഈ ടവർ എന്നാണ് പറയുന്നത്. അതെ, ഭയങ്കര വിഷമം തോന്നുമ്പോൾ ഈ ടവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്റെ ഇഷ്ടപ്രകാരം വെച്ചതാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ, ഹോൾ പാർട്ടീഷൻ. പിന്നെ ഇത് മുന്നാജി സ്റ്റേജ്, TV യൂണിറ്റ്. ഇത്രയും 55 TV ആണ് പിന്നെ ഇത് ടച്ച് മിറർ ആണ്. ഇതൊക്കെ കുറച്ച് ആഡംബരമാണ്. ടച്ച് മിറർ കണ്ടോ? ടച്ച് മിറർ. ഓക്കെ, ഇനി മുറി കാണാം.
ആദ്യം തൊട്ട് തന്നെ അവളുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ തൊട്ട് കാണിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള അവളുടെ എക്സൈറ്റ്മെൻറ്റും ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല. സോ ഇപ്പോൾ കാണിക്കുകയാണ്. ഗൈസ് എല്ലാവരും ഹായ് പറഞ്ഞു. ഹലോ. അത്ര ഇത് അൽഫിയക്ക് അവളുടെ കാറ് കാണിക്കണമെന്നാണ് പറയുന്നത്. കാറ് കാണിച്ചു തരാം. അതും കൂടെ പറ. വണ്ടി വന്ന ഓട്ടിക്ക് അറിഞ്ഞൂടാ. സ്ട്രെയിറ്റ് റോഡാണ് എങ്കിൽ ഓട്ടിക്കും. ഓപ്പോസിറ്റ് വണ്ടി വരാൻ പാടില്ല. വളയ്ക്ക് അറിഞ്ഞൂടാ, തിരിക്ക് അറിഞ്ഞൂടാ, ഓട്ടിക്കും. പക്ഷെ കാറൊക്കെ ഉണ്ട്. അവസാനം ഞങ്ങൾ അവിടെയുള്ള എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. നമ്മൾ ഓട്ടോയിൽ തിരിച്ച് വീട്ടിലോട്ട് പോവുക.